ശരിക്കും പറഞ്ഞാൽ ഐ വാസ് എ ബിഗിനറായിരുന്നു ഞാൻ. കാണുന്നതൊക്കെ അത്ഭുതം, അറിയുന്നതൊക്കെ അത്ഭുതം, അങ്ങനൊരു ലെവലിലേ ആ യാത്ര ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്തായിരുന്നു വെച്ചാൽ ഈ അർദ്ധരാത്രി നേരത്തുള്ള കൈലാസ ദർശനം, ഓം പർവ്വതം ഭാരതത്തിൽ നിന്ന് കടക്കണതിൻ്റെ മുമ്പ്, ലാസ്റ്റ് ബട്ട് വൺ ഡേ. പിന്നെ ഈ മാനസരസിനെ നടന്ന് പ്രദക്ഷിണം വയ്ക്കൽ, ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസാണ് അന്നത്തെ കൂടുതൽ. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ, അന്ന് ഇതൊക്കെ നടന്ന് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് പോയത്. ഇപ്പോൾ ഓം പർവ്വതം വരെ വേണമെങ്കിൽ വണ്ടി ചെല്ലും. ഗുഞ്ച് നബിതാങ്ങിലുള്ള ഓം പർവ്വതം വരെ നമുക്ക് വാഹനമുണ്ട്. അതുമാതിരി ഗുഞ്ചിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ആദ്യ കൈലാസത്തിൻ്റെ ലാസ്റ്റ് ജൊളിങ്കോങ് എന്ന് പറയുന്ന പോയിൻ്റ് വരെ വാഹനം ചെല്ലും. അപ്പോൾ അതായത് ഒരു മാസം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആഷ മേനോൻ എന്ന് പറഞ്ഞ റൈറ്റർ ആദ്യ കൈലാസത്തിലേക്ക് പോയി. ഞാനിതൊക്കെ ദാർച്ചുലെ തൊട്ട് ഒരു 200-200 കിലോമീറ്റർ ഒരു 4-5 ദിവസം എടുത്ത് നടന്നെത്തിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ അത് ദാർച്ചുലെ തൊട്ട് ജീപ്പ് അവൈലബിളാണ്. അപ്പോൾ സാറെന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ വിഷയം ഇതാണ്, ഇപ്പൊക്കെ സുഖമായിട്ട് പോകാം. അപ്പോൾ ഞാൻ അന്ന് പോണ കാലത്ത് ഇത് തന്നെയായിരുന്നു. ഈ കൈലാസ് മാനസരോവർ യാത്രയായാലും ആദ്യ കൈലാസമായാലും ബാക്കി ഹിമാചൽ പ്രദേശിലത്തെ 3 കൈലാസങ്ങളായാലും ഇതൊക്കെ നടന്ന് സ്ട്രഗിള് ചെയ്തിട്ടാണ് അന്ന് പോയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വിസ്മയം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ചെയ്തത് കൈലാസ് മാനസരോവർ ജേണി, പിന്നെ ജേണി ടു ആദ്യ കൈലാസ്, അത് 2 ഇന്ത്യയിൽ തന്നെ പക്ക. ആദ്യ കൈലാസം കഴിഞ്ഞിട്ട് പിന്നെ ഹിമാചൽ പ്രദേശിൽ ആണ് ബാക്കി 3 എണ്ണം. ഇത് അന്വേഷിച്ച കാലത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീകണ്ഠ് മഹാദേവ് കൈലാസം അന്വേഷിച്ച് കിന്നർ കൈലാസം ഇതൊക്കെ ഹിമാചലിലാണെന്ന് അറിഞ്ഞിട്ട് ഹിമാചൽ പ്രദേശിലെത്തി. ഷിംലയിൽ വന്ന് ഒരു ഹോട്ടലിൽ ഞാൻ ഒരു പരിചയമില്ല, ആദ്യമായിട്ട് ചെല്ലാം. ബട്ട് ഫോർച്ചുനേറ്റ്ലി ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്. അപ്പോൾ ഞാൻ ഹിമാചൽ പ്രദേശ് കാണാൻ വന്നതാണ്. ഈ ഒരു 3 കൈലാസം ഇതിലുണ്ട് ഇവിടെ. എടുത്ത വഴിക്ക് ആ ട്രാവൽ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. മനസ്സിലായി? അത് ഞങ്ങൾ തമ്മിൽ തർക്കമായി. കാരണം ഞാനിത് ഡൽഹിയിൽ നിന്ന് ഓതൻറ്റിക്കായിട്ട് അറിഞ്ഞിട്ട് ഞാൻ ഈ എന്നോട് പറഞ്ഞത്. ഒരു പ്രേം സിംഗ് എന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻറ്റ്. അവസാനം അങ്ങേരുടെ ഓഫീസിൽ വലിയ മാപ്പ് എടുത്ത് ആ ടേബിളുമ്പോൾ വെച്ച് ഓരോ പോയിൻറ്റും നോക്കി ഞങ്ങൾ. അങ്ങനെ നോക്കി വരുമ്പോൾ ഈ ശ്രീകണ്ഠ് മഹാദേവ് കൈലാസത്തിൻ്റെ അവിടെ ഒരു ചെറിയ ത്രികോണമുണ്ട്. അതിലെഴുതിയിട്ടുണ്ട് ശ്രീകണ്ഠ് മഹാദേവ് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റേഞ്ചിൽ ഒരു 180 കിലോമീറ്ററിൽ വ്യത്യാസത്തിൽ ഒരു നക്ഷത്രചിഹ്നത്തിൽ കിന്നർ കൈലാസ് ഒരു ഇതുണ്ട്. പിന്നെ മറ്റ് വേറൊരു റേഞ്ചിൽ മണി മഹേഷ് കൈലാസ്. അപ്പോൾ ഇവരുടെ വെർഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാവൽ ഏജൻസിക്കാരുടെ ഇതൊക്കെ ഈ പഹാടികൾ പോണ സ്ഥലങ്ങളാണ് സാറേ. ഇതൊക്കെ ഇവർ ഈ സീസൺ വരുമ്പോൾ ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ വ്രതമൊക്കെ എടുത്തൊരു പോക്ക് പോവും. ഒരു മുകളിൽ കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ച് അവിടെ ഇത്തിരി പ്രസാദമൊക്കെ ഉണ്ടാക്കി കഴിച്ചു പോരും. ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തൊരു കാര്യം ചെയ്യാം, അതൊന്ന് കാണട്ടെ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കിന്നർ കൈലാസിൽ പോയി. ഇവൻ ഒരു വണ്ടിയും ഒരു ഡ്രൈവറേയും അതിൻ്റെ റേറ്റൊക്കെ ഫിക്സ് ചെയ്ത് 24 ദിവസം ആ വണ്ടിയും ഡ്രൈവറും ഞാൻ ഉപയോഗിച്ചു ഹിമാചൽ പ്രദേശിൽ. അത് ഫുൾ പാക്കാണ്. അപ്പം അത് ഫ്യൂവല്, ഡ്രൈവർ, ശമ്പളം, ഫുഡ്, ഹോട്ടൽ ഒക്കെ അടക്കണം. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്ന് കിന്നറിൽ ചെന്ന് നോക്കുമ്പോൾ
കുത്തനെ മലമുകളിലേക്ക് അവിടുത്തെ ഗ്രാമീണരെ കണ്ടൊക്കെ ചോദിച്ചപ്പോൾ മുകളിൽ കൈലാസം ഉണ്ടെന്ന് പറഞ്ഞവർ. പക്ഷേ സീസണല്ല, അത് ജന്മാഷ്ടമിക്കാണ്. അങ്ങനെ അതിൻ്റെ തന്നെ അവിടെ നിന്നൊരു 400 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ചമ്പയിൽ വന്നു. ചമ്പയിൽ വന്നിട്ട് അവിടെ അന്വേഷിച്ചപ്പോൾ ഈ മണിമഹേഷ് കൈലാസമുണ്ട് മുകളിൽ. പക്ഷേ അവിടുത്തെ മൗണ്ടനറിങ് ഡിവിഷൻകാർ പറഞ്ഞു ഇപ്പം അടച്ചിട്ടിരിക്കുക, അത് ഓഫ് സീസണാണ്. സീസൺ തുറന്നാൽ തീർത്ഥാടക ജന്മാഷ്ടമിക്കാണ് അവിടെ പോവുക. അപ്പോൾ ആ റിപ്ലൈ ഒന്നും എനിക്ക് സ്വീകാര്യമായില്ല. കാരണം എനിക്ക് കിട്ടിയ അറിവ് ഒരു യോഗിനിയമ്മയുടെ കാക്കി എന്ന് പറഞ്ഞൊരു അമ്മയുടെ അവിടെ പോകാനാണ് അവരാണ് എന്നോട് പറഞ്ഞത്. ബട്ട് ലക്കിലി അന്ന് വൈകുന്നേരം ഇൻ്റർനാഷണൽ മൗണ്ടനിയറിങ് ഫൗണ്ടേഷൻ്റെ ഒരു സംഘം ആൾക്കാർ ഒരു വലിയ വാനും സെറ്റപ്പൊക്കെ കൊണ്ട് ഈ റിമോട്ട് ഏരിയയിൽ വന്നവർ. അവിടെ ഹോട്ടൽ പോലുമില്ല, താമസിക്കാനുള്ള സ്ഥലം പോലുമില്ല. ആ ഒരു കടയുടെ വരാന്തയിലേക്ക് ഞങ്ങൾ കൂടിയത് ഒരു രാത്രി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവർ 5 പേരുണ്ടായിരുന്നു. അവരായിട്ട് ഞാൻ റൈറ്ററാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കം വിത്ത് അസ്, വി വിൽ ഗോ. അങ്ങനെയാണ് ഞാനും എൻ്റെ ഡ്രൈവറും കൂടി താഴെ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ആ ദുഷ്കരമായ യാത്ര മണിമഹേഷ് കൈലാസത്തിൽ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ, മുകളിലുണ്ട് സംഭവം, ഒരു തടാകമുണ്ട്. അവിടെയും ജന്മാഷ്ടമിക്ക് ആൾക്കാർ ബലിയിടാൻ പറഞ്ഞ സ്ഥലമാണ്. മണിമഹേഷ് കൈലാസം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പേരതിൻ്റെ. അങ്ങനെ അവിടെ ദർശനം നടത്തി ഇതാക്കി പോന്നു. അപ്പോൾ ഒരെണ്ണം കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത ശ്രീകണ്ഠ മഹാദേവ് നോക്കുമ്പോൾ താഴ്വരയിലെത്തി ഞങ്ങൾ. പക്ഷേ അവിടെ മെയ് 10 മുതൽ 25 വരെ ഫോറസ്റ്റുകാരെ അങ്ങോട്ട് വിടുള്ളൂ. ഈ സമയത്ത് ആണ് ദർശനം. അപ്പോൾ അത് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി. അപ്പോൾ ആ സമയം കഴിഞ്ഞു. ദെൻ അഗെയിൻ ഞങ്ങൾ കിന്നർ ഭാഗത്ത് വന്നു. കിന്നർ ഒരു ജില്ല തന്നെ ഉണ്ട് അവിടെ. കിന്നറിൽ വന്ന് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് മുകളിൽ കയറി. വിസ്മയകരമായ സംഭവമാണ് അവിടെ. അപ്പോൾ അത് കൈലാസം തന്നെയാണ്, കിന്നർ കൈലാസമാണ് അത്. അങ്ങനെ അത് ചെയ്തു. പിന്നത്തെ സീസണിൽ ഈ ആ പറഞ്ഞ പീരീഡിൽ വന്ന് ഈ ശ്രീകണ്ഠ മഹാദേവ് കൈലാസം. പക്ഷേ എല്ലാ കൈലാസങ്ങളിലും വെച്ച് ലോകത്തിൽ ബാക്കി ഏത് റേഞ്ചിലായാലും ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ട്രക്കിംഗ് റൂട്ട് ഇൻ ദ ഹിമാലയ അതാണ് ശ്രീകണ്ഠ മഹാദേവ്. അതായത് സാധാരണ കുതിരകൾ, യാക്ക് ഒക്കെ യാത്ര ചെയ്യും ഹിമാലയത്തിലെ ദുഷ്കരമായ സ്ഥലങ്ങളിൽ. ഇവിടെ മൃഗങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റില്ല ഈ ശ്രീകണ്ഠിലേക്ക്. ആകെ 15 ദിവസമേ തുറക്കുള്ളൂ. 15 ദിവസം കഴിഞ്ഞാൽ കൊടും മഞ്ഞെണ്ണ. പിന്നെ ജന്മാഷ്ടമിയുടെ ആ പീരീഡ് തന്നെയാണ് അവിടെയും. അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒന്നും കുതിരയൊന്നും പോവില്ല. കുതിരച്ചാൽ സ്റ്റീപ്പാണ് കയറ്റം. എങ്ങനെ മൃഗങ്ങൾക്ക് കയറുക? അത് ഒരു ദിവസം എന്നല്ല, 9 അടിവാരത്തുനിന്ന് 9-ാം ദിവസമാണ് മുകളിലെത്തുക. അപ്പോൾ ഈ ജന്മാഷ്ടമിക്ക് ഒരൊറ്റ ദിവസമേ ഇവിടെ പൂജയുള്ളൂ ഒരു കൊല്ലത്തിൽ. അന്ന് ഒരു സംഘം പൂജാരിമാർ കുടവും പൂജാ സാമഗ്രികളൊക്കെ കൊണ്ട് മുകളിൽ കയറി ഈ റേഞ്ചിൽ ചെന്ന് 21-22,000 അടി ഹൈറ്റിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് ടോപ്പിലേക്ക് വേറെയും പോകണം. ആ ശൃംഗം ഏറ്റവും ടോപ്പിലാണ്. ആ കൊടും മഞ്ഞിൽ മൂടി കിടക്കുന്ന 365 ദിവസം ഈ ശൃംഗം കാണില്ല. ഈ പെർട്ടിക്കുലർ ഡേ ജന്മാഷ്ടമിക്കുള്ള ഈ ശ്രാവണ സംക്രമത്തിലെ ദിവസമാണത്. ആ ദിവസം അതിന് മുഹൂർത്തമുണ്ട്. അതൊക്കെ പൂജാരിമാർ പറഞ്ഞു തന്നു. ആ മുഹൂർത്തത്തിൽ 1 മണിക്കൂർ നേരം ഈ ശൃംഗം സൂര്യപ്രകാശം ഏൽക്കും. പിന്നെ 365 ദിവസവും ഇത് കാണാൻ പറ്റില്ല. ആ സൂര്യപ്രകാശം മരണതാണ് ഈ മുഹൂർത്തം. ആ സമയത്ത് ഈ ശൃംഗം ശരിക്കും കാണാം. ശരിക്കും ഒരു പരമശിവൻ്റെ ഒരു മറ്റേ
ജടയും ഒക്കെ കൂട്ടിയിട്ടുള്ള മാരിണ ശൃംഗം തന്നെ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ ബുക്കിൻ്റെ കവർ തന്നെ അതാ. അങ്ങനെ ഞങ്ങൾ താഴേന്ന് ഇതുമാതിരി ഒരു ട്രക്കിംഗ് റൂട്ട് ഹിമാലയത്തിലില്ല. തദ്ദേശവാസികൾക്ക് പോലും ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പറ്റില്ല. ആരെയും കണ്ടില്ല ഞങ്ങൾ. എന്തായാലും ശ്രാവണ മുഹൂർത്തത്തിൽ ഞങ്ങൾ മുകളിലെത്തി, ദർശനം ചെയ്തു. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം ഈ ഹിമക്കട്ടകൾ ഒരു 20, 30, 40, 50 ടണ്ണ് തൂക്കണ്ടാവുകയാണ് ഈ ഓരോ ശൃംഗങ്ങൾ. പൊട്ടി അങ്ങോട്ട് വീണാണ്ട് ക്രാക്കിങ് വലിയ ശബ്ദത്തോടു കൂടിയിട്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗം മുകളിലേക്ക് മേത്തേക്ക് വന്ന കഴിഞ്ഞു പണി. സ്ഥിരം അവിടുത്തെ പണിയാണത്. പക്ഷേ ഈ ശ്രാവണ സംക്രമത്തിൽ ഈ മുഹൂർത്തത്തിൽ ഇതൊന്നും നടക്കില്ല, യാതൊരു അബദ്ധമില്ല. പഹാടികളായിട്ടുള്ള ആൾക്കാരാണ് അധികം വരണേ, തദ്ദേശവാസികൾ, അപ്പുറത്തുള്ളവർ. പിന്നെ ഡൽഹിയിൽ നിന്നുള്ളൊരു 3-4 പേരുണ്ടായിരുന്നു. പിന്നെ പട്ടാളക്കാർ, പട്ടാളത്തിൻ്റെ കാവലുണ്ട്. ഈ ശ്രീകണ്ഠ് മഹാദേവ് കൈലാസാണ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സ്ഥലം ഹിമാലയത്തിൽ, ഈ കൈലാസങ്ങളിൽ. അങ്ങനെ അത് ചെയ്തു. അപ്പോൾ ആ കറക്റ്റ് ശ്രാവണ മുഹൂർത്തത്തിൽ കറക്റ്റ് 9-10 ആയപ്പോൾ ശൃംഗത്തമ്മ പ്രകാശം വന്നു. അപ്പോൾ അതുവരെ തലേദിവസം വരെ കോരി ചേരുന്ന മഴയായിരുന്നു. ഒരു ഷെൽട്ടറില്ല. കൂടാരം എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കൂടാരങ്ങളേ ഉള്ളൂ. അതും മഴ പെയ്താൽ ഒക്കെ കുത്തിയൊലിച്ചെന്നാലും ഒക്കെ. അയ്യോ, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്ലേസ്. ഇവിടെയൊക്കെ ഭക്ഷണം പാകം ചെയ്ത് നിൽക്കുന്ന ചില ഇവരുണ്ട്, തദ്ദേശീയർ. അതാണ് ഹിമാലയത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ. അത് കൊല്ലത്തിൽ ഒരു 15 മിനിറ്റേ ദർശനമുള്ളൂ. പിന്നെ ഇത് 40, 50, 60 അടിയോളം മഞ്ഞ് കൊണ്ട് മൂടാണ് ഈ പ്രദേശം മുഴുവൻ. വഴി പോലും അടഞ്ഞു പോകും. അതൊരു അസാമാന്യ ട്രക്കിംഗ് റൂട്ടാണത് ശ്രീകണ്ഠ മഹാദേവ്. ഓരോ ഹിമാലയ യാത്ര കഴിഞ്ഞ് ഡൽഹിയിൽ വരുമ്പോഴും ഞാൻ കാശിക്ക് പോകാറുണ്ട്. ഇതൊരു 12 hours ജേർണിയുള്ളൂ ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ആ ഇടയിലൊക്കെ ഞാൻ ഈ അഘോറികളെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ കാശിയിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്ഥിരം കാണുന്ന ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ ബേണിങ് ചെതയെന്ന് മനുഷ്യൻ്റെ അവയവങ്ങൾ എടുക്കുക, പച്ചയ്ക്ക് കടിച്ച് തിന്നുക, എന്നിട്ട് കയ്യിൽ നിന്ന് ഇട്ടുക. മനസ്സിലായ? അപ്പോൾ ഇവർ അഘോറികളാണെന്നാണ് അവിടുത്തെ പറയണത്. ഞാൻ അഘോറികളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എനിക്ക് അന്നേ മനസ്സിലായി ഇതൊന്നും അഘോറികളല്ല. മനസ്സിലായ? ഇതൊക്കെ ഈ ജാട കാണിച്ച് ഭിക്ഷാന്തേഹികൾ. അപ്പോൾ ഇവരിങ്ങനെ ഒത്തുകൂടുക, ഇംഗ്ലീഷുകാരോ മറ്റവരൊക്കെ വരുമ്പോൾ ചെതയിലേക്ക് ഇറങ്ങി ചെല്ലുക, ഒരു കൈ അല്ലെങ്കിൽ കാല് എന്തെങ്കിലും കഷ്ണം എടുത്ത് കടിച്ചിരുന്ന. അപ്പോൾ അവരൊരു 100-200 രൂപ കൊടുക്കും. അത് പോക്കറ്റിലിടുക, വൈകുന്നേരം വരെ മദ്യപിക്കുക. ഇതാണ് അവരുടെ പണി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ ജാടക്കാരാണ്, ഇതൊന്നും അഘോറികളല്ല. അപ്പോൾ യഥാർത്ഥ അഘോറികൾ എവിടെ വരെ എങ്ങനെയാണ്? ഞാൻ വെച്ചാൽ ഈ അഘോറികളെ കുറിച്ച് ഞാൻ നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഈ അഘോറിമാർ വലിയൊരു സംഘം ഓരോ രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്നു. ഇവർ അസാമാന്യ സിദ്ധിയുള്ള ആൾക്കാരുകളാണ്. അപ്പം ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ മറ്റു രീതിയിൽ അങ്ങനെയുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഈ അഘോറികൾ ചെയ്യും. അത്രയും ട്രെയിൻഡാണ് അവർ, അത്രയും സിദ്ധിയുണ്ട് അവർക്ക്. അതാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഈ നാട്ടുരാജ്യങ്ങളെ തമ്മിൽ കലഹിച്ച് ഇവരധികാരം പിടിച്ച് അങ്ങനെയുള്ള ഒരു ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തത് ബ്രിട്ടീഷുകാർ. പക്ഷേ പ്രധാനപ്പെട്ട നിരവധി നാട്ടുരാജാക്കന്മാരുടെ കീഴിലൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ബ്രിട്ടീഷ് ആർമിക്ക്. ബറോഡ അങ്ങനെയുള്ള വലിയ വലിയ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു ആ കാലത്ത്, ഒരുപാട് ഭാരതത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ അടുത്തൊന്നും എന്ത് ചെയ്താലും ബ്രിട്ടീഷ് തന്ത്രം, മറ്റൊക്കെ ചതിക്കോട്ടയാണ് അവർ ചെയ്തായിരുന്നു. എല്ലാ സ്ഥലത്തും
ഓരോരോ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, തിരുവിതാംകൂറിനെയും കൊച്ചിയും ഒക്കെ തമ്മിലടിപ്പിക്കുക, അവസാനം മറ്റൊരു ഫ്രഞ്ചുകാരോട് കൂടെ ഇവരെടുക്കുക. അങ്ങനെ ആ തന്ത്രമാണ് അവർ ശരിക്കും ചെയ്തിരുന്നത്. അതൊരു കാര്യം അവർക്ക് ബോധ്യമായി, ഈ അഘോറികൾ ഉള്ള നാട്ടുരാജാക്കന്മാരുടെ അടുത്ത് രക്ഷയില്ല. അവസാനം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വളരെ തന്ത്രത്തിൽ അപ്പോഴേക്കും നല്ല തോക്കുകളൊക്കെ വന്നുള്ളൂ. ഈ തോക്കുകളെ കൊണ്ടാണ് അവരെ കൊന്നൊടുക്കിയത്. ഈ നാട്ടുരാജാക്കന്മാരെ പല ചരിത്രങ്ങളിലും കാണേണ്ടത്. വെടിവെച്ച് കൊന്ന് അവരെ അവസാനം അവർ പേടിച്ച്, ഉന്മൂലന ഒരു 5-10 വർഷം നിന്നിട്ട് ആ അഷ്ട്രകൾ. അപ്പോൾ അവരൊക്കെ പിൻവാങ്ങി തുടങ്ങി. ഇവർ പിൻവാങ്ങിയാൽ ഓരോ നാട്ടുരാജാക്കന്മാരെയും കീഴടക്കാൻ എളുപ്പമാണ് ബ്രിട്ടീഷുകാർക്ക്. മറ്റൊരാതല്ല, അവർക്ക് ആ ഡിവൈൻ പവർ ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു അഘോറി സന്യാസിയുടെ അടുത്തൊന്നും ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഡ്വാൻസായിട്ട് കാണുമവർ. ആ രീതിയിലാണ് ബ്രിട്ടീഷുകാർ ഇവരെ അവസാനം ഇവരെന്ത് ചെയ്തു വെച്ചാൽ നിഗൂഢമായ ഹിമാലയൻ ഭാഗങ്ങളിലേക്ക് പിൻവാങ്ങി. കാരണം അവരുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമായി എന്നുള്ളൊരു ഘട്ടം വന്നു. അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെയും കുമ്മിയോണ്ട് ഹിമാലയത്തിൻ്റെയും അവിടെയൊക്കെ നല്ലോണം ബാക്കിലോട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയവരെന്നാണ് പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലം കഴിയുന്നവരെ ഇവരധികം രംഗത്ത് വന്നില്ല. പക്ഷേ അവരവരുടെ ജനറേഷനെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പഠനങ്ങൾ ചെയ്യിച്ച് എല്ലാ രീതിയിലും സെറ്റപ്പാക്കി. അപ്പോൾ ഈ ബർമ്മടയ്ക്ക് ആ ഭാഗത്തൊക്കെ അവരുണ്ടായിരുന്നു ആ കാലത്ത്. പിന്നീട് ബ്രിട്ടീഷ് ഭരണശേഷത്തിനാണ് ഇവർ പുറത്ത് വന്നിട്ട് നോക്കിയപ്പോൾ ഇവരെക്കുറിച്ച് അറിയാവുന്ന നാട്ടുരാജാക്കന്മാരുണ്ട്. ഇപ്പോൾ ഗോളിയോർ, റയോണ്, സിന്ധ്യ, ഇവരൊക്കെ ഇവരുടെ സേവനം ഒരു കാലത്ത് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അവർ ഓരോ സ്ഥലത്തും, ഇപ്പോൾ കാശിയിൽ അല്ലെങ്കിൽ പുരി, അങ്ങനെയുള്ള മെയിൻ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഇവർക്ക് വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്രസ്റ്റ് ഇപ്പോൾ കാശിയിലൊരു 3 സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. ഈ ട്രസ്റ്റാണ് വിലയ്ക്ക് വാങ്ങിച്ച് കൊടുത്തിരിക്കുക. അതിന് നോക്കാനൊക്കെ 2 കാവക്കാരെയൊക്കെ വെച്ച് അഘോറികൾ എപ്പോഴാണ് വരണമെന്ന് വെച്ചാൽ അവർക്ക് തുറന്നു കൊടുക്കുക. അവരുടെ റേഷൻ സാധനങ്ങളോ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഇതൊക്കെ ചെയ്യുന്ന ഈ പഴയ നാട്ടുരാജാക്കന്മാരുടെ ഇപ്പോഴത്തെ ജനറേഷനാണ്. അപ്പോൾ അതുമാതിരി തന്നെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അവരെ പരിപാലിക്കാനും ഇതൊക്കെ. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇവരെ അത്രയധികം ബ്രിട്ടീഷുകാർ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ സ്ഥലം വിട്ടപ്പോൾ ഇവരുടെ ഇപ്പോൾ ഈ ബർമ്മ അങ്ങനെയുള്ള ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ഇവരാ കാലത്ത്. തിരിച്ചു വന്ന് ഇവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്. അപ്പം അങ്ങനെ എന്തുണ്ട് വെച്ചാൽ കാശിയിൽ അവർക്ക് 2-3 താവളമുണ്ട്. അത് കഴിഞ്ഞാൽ മാതിരി കുംഭമേള നടക്കുന്ന എല്ലാ സ്ഥലത്തും ഇവരൊരു നല്ല ജനസംഖ്യ ഉണ്ട്. 10,000 പേരൊക്കെ ഒന്നിച്ച് വരുവർ. അതിനുള്ള സൗകര്യങ്ങൾ അത് കഴിഞ്ഞാൽ ബാക്കി അവരപ്പോൾ പോയി. പിന്നെ അവരെവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ പക്ഷേ ഇന്നും ആ സംഘത്തിൻ്റെ കെട്ടുറപ്പും പവറും എഡ്യൂക്കേഷനും മോസ്റ്റ് മോഡേൺ ഫിസിക്സ് തിയറി വരെ ഇവർക്ക് ബൈഹാർട്ടാണ്. അപ്പോൾ ഞാൻ കുറേ യാത്രകളിൽ കാശിയിൽ ഈ ശവം എടുത്ത് തിന്നണ അതല്ല എന്ന് മനസ്സിലായതിന് ശേഷം പലപ്പോഴും പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട്. അത്രയധികം, കാരണം അത്രയും ഒരു ആരാധന അവരോടുണ്ടായിട്ടുണ്ട് എനിക്ക്. കാരണം എല്ലാം ത്യജിച്ച് ചെറുപ്രായത്തിൽ ഈ മാർഗത്തിലേക്ക് വന്ന് ജീവിതാവസാനം വരെ അതിൽ നിൽക്കുകയാണ് അവർ. ഇപ്പോഴൊക്കെ അവരുടെയൊക്കെ പരമ്പരകളൊക്കെ നല്ലോണം കൂടി.
ജനസംഖ്യയൊക്കെ അവരുടെ കൂടി നന്നായിട്ട്.